നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ തുറന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സായാഹ്നവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 3 പേരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ തുറന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂരം പ്രദർശന നഗരിയിൽ മുൻവർഷങ്ങളിൽ എന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. സ്റ്റാളിന്റെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. കേരള വിഷന്റെ ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പുറമെ അവതരിപ്പിച്ച KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള സൗകര്യവും സന്ദർശകർക്കായി സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓംപ്രകാശ്, P ഗോപകുമാർ, CO ബിജു, KA ഡേവിസ്, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ CG ജോസ്, COA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറായ കേരള വിഷൻ സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. മികച്ച ഇന്റർനെറ്റ്, കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിനകത്ത് 12 ലക്ഷത്തോളം വരുന്ന ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് കേരളത്തിൽ എവിടെയായാലും, കേരളത്തിൽ നിന്നല്ല ഇന്ന് ഇന്ത്യക്കകത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കൂടി കേരള വിഷന്റെ ബിസിനസ് നമ്മൾ വ്യാപിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിനകത്തുള്ള ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ ഈ സ്റ്റാളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ സന്ദർശിക്കുന്ന ഈ ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് കേരള വിഷന്റെ കണക്ടിവിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ കേരള വിഷന്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പുതിയൊരു പദ്ധതിയാണ് KV കണക്ട് എന്ന് പറയുന്നത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ അതിന് വലിയ രീതിയിലുള്ള പ്രചാരം നമുക്ക് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രസക്തി. വീടിനകത്തുള്ള കണക്ടിവിറ്റി പുറത്തും ഉപയോഗിക്കാൻ കഴിയുന്നതോടുകൂടി എങ്ങനെയാണോ ഒരു ടെലികോം സേവനദാതാവ് ഡാറ്റ നൽകുന്നത് അതുപോലെ തന്നെ സീംലെസ് ആയിട്ട് അവർക്ക് അത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കേരളത്തിനകത്ത് 6000-7000 വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ ഹോട്ട്സ്പോട്ട് വെക്കുകയും ഇതുപോലെ തന്നെയുള്ള എന്റർപ്രൈസ് ലെവലിലുള്ള കണക്ടിവിറ്റി അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ തന്നെ ഈ ഹോട്ട്സ്പോട്ട് ആരംഭിക്കുന്നതോടുകൂടി വലിയൊരു ഹോട്ട്സ്പോട്ട് പദ്ധതിയായി KV കണക്റ്റിന് മാറാൻ കഴിയും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ വലിയ കോർപ്പറേറ്റുകളോട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സായാഹ്നവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. PT സണ്ണി അധ്യക്ഷത വഹിച്ചു. പാർലം ലോക്കൽ സെക്രട്ടറി PB ഷാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബോജൻ കാർണത്ത്, CM ഷക്കീർ, സുബിത, അമ്പിളി, സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 3 പേരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ 22 വയസ്സുള്ള സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശിയായ പൂണേനിൽ 19 വയസ്സുള്ള ജൂഡ്,
കോടനാട് സ്വദേശിയായ കണ്ണിമോലാത്ത് വീട്ടിൽ 18 വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. 13-ന് പുലർച്ചെ 1:30 സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. പുതുക്കാട് പോലീസ് SI-മാരായ N പ്രദീപ്, റോയ് പൗലോസ്, ASI ആൻഡോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ പോസ്റ്റ് ഓഫീസിൽ മോഷണം. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിലാണ് മോഷണം നടന്നത്. 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു. ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തുകയാണ്. അംബേദ്കർ ജയന്തിയും ഞായറാഴ്ചയും കാരണം കഴിഞ്ഞ 2 ദിവസമായി പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. ചൊവ്വാഴ്ച പോസ്റ്റ് ഓഫീസ് തുറക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രധാന വാതിലിന്റെ മുകൾ ഭാഗം എടുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത്. നഷ്ടപ്പെട്ട പണം സംബന്ധിച്ച സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. പണം മുഴുവൻ നഷ്ടമായിട്ടുണ്ടോ, മറ്റ് വസ്തുക്കൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് പോലീസും ഫോറൻസിക് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുകയാണ്. അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. വാഴച്ചാൽ ശാസ്താപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിരപ്പള്ളി വഞ്ചകടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണമുണ്ടായതോടെ ഇവർ ചിതറി ഓടുകയായിരുന്നു. ഗ്രാമവാസികൾ നടത്തിയ തെരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ അതിരപ്പള്ളി മലയ്ക്കപ്പാറയിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. തേൻ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. തൃശൂർ ജില്ലയുടെ അവസാനത്തെ ഗ്രാമമായ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വെട്ടിവിട്ടക്കാട് ഉന്നതിയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ചാലക്കുടി തഹസീൽദാർ ജേക്കബ്, മലക്കപ്പാറ CPI രാജേഷ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പം ഉണ്ടായിരുന്നു. മലക്കപ്പാറയിൽ നിന്നും തമിഴ്നാട്ടിലൂടെ 15 കിലോമീറ്റർ സഞ്ചരിച്ച ഏകദേശം 2.5 കിലോമീറ്റർ നടന്നു വേണം വെട്ടിവിട്ടക്കാട് ഉന്നതിയിലെത്താൻ. 11 മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളും അവരുടെ ഉപകുടുംബങ്ങളും ഉൾപ്പെടെ 40ഓളം പേരാണ് വെട്ടിവിട്ട കാട്ടിലുള്ളത്. മുതുവാൻ ആചാരപ്രകാരം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ദമ്പതികൾക്ക് കലക്ടർ ആശംസകൾ നേർന്നു. കുടുംബാംഗങ്ങൾക്ക് മധുരം നൽകി വിഷു ആശംസകൾ പങ്കുവച്ച കലക്ടർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ നൽകിയ കിറ്റും വിതരണം ചെയ്തു. ഉന്നതി നിവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താനായി ശ്രമിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രധാന പ്രശ്നമായ വഴി, കുടിവെള്ളം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഉന്നതി നിവാസികൾ കലക്ടറോട് ആവശ്യപ്പെട്ടു. വെട്ടിവിട്ടക്കാട് ഉന്നതിയിലേക്കുള്ള റോഡ് കേരളത്തിലൂടെ തന്നെ സാധ്യമാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഉന്നതി നിവാസികൾ ഒരുക്കിയ ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് 5 മണിയോടെയാണ് അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. കുമരനെല്ലൂരിൽ വീട് സ്ഫോടവസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘത്തെ വടക്കാഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടി. വിഷ്ണു, ശ്രീജിത്ത്, ശിവശങ്കർ, അലക്സ്, പുല്ലൂസ് എന്നിവരാണ് അറസ്റ്റിലായ പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ഇവരുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ, വാളുകൾ, ബേസ്ബോൾ ബാറ്റ് തുടങ്ങിയ മാരകായുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ശ്രീജിത്തും കുമരനെല്ലൂരിലെ വീട്ടിലുള്ളവരുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ശ്രീജിത്തിന്റെ കാറിന്റെ ചില്ല് തകർത്തിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനായി സ്ഫോടക വസ്തുക്കളുമായി സംഘം വീണ്ടും എത്തുകയായിരുന്നു. സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ 70 വയസ്സുകാരൻ. കൂരിക്കുഴി 18 മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത്.
ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് മുറ്റം അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്കും സ്വന്തം വീടിനു മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹമുണ്ടായത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ 3 ലക്ഷത്തിലധികം രൂപ വരുമെന്ന് അറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി. പക്ഷെ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല. സ്വന്തമായി ടൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം. മക്കളുടെ പിന്തുണയും ലഭിച്ചു. നിർമ്മാണത്തിന് പ്രത്യേക അച്ച് വാങ്ങി. സിമന്റും മണലും എല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി. ദിവസം 20 എണ്ണമാണ് നിർമ്മിച്ചത്. 3600 ടൈലുകൾ നിർമ്മിച്ചു. ആകെയുള്ള 24 സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിക്കാനായി. ഏകദേശം 1 വർഷത്തിനടുത്ത് സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അബ്ദുള്ളക്കുട്ടി. അതായത് ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളുടെ വീട്ടിലും അതേപോലെ ഓരോ സ്ഥലത്തുമൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ കട്ട വിരിച്ച് നല്ല ഭംഗിയിൽ കാണലുണ്ട്. അപ്പം എൻ്റെ മനസ്സിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ അത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് അവരിവിടെ വന്ന് അളന്ന് അപ്പോൾ അവർ പറഞ്ഞ് 2800 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ 3 ലക്ഷത്തിലേറെ എങ്ങനെയായാലും 3-3.5 ലക്ഷം റുപ്യ വരും എല്ലാം കഴിയുമ്പോഴെന്ന് പറഞ്ഞ്. അത് ആലോചിച്ചപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് അത് പറ്റൂലെന്ന് തോന്നി. 20ഓളം അച്ച് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിർമ്മാണം സിമൻറ്റ്, മെറ്റല്, എംസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിച്ച് ഒരു ദിവസത്തിൽ 20 കട്ട വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഞാൻ കട്ടുണ്ടാക്കിയതിന് ശേഷം 2 ബംഗാളികളെ വിളിച്ച് ഇത് ആകെ വിരിച്ച്, അവർ ബംഗാളികളാണ് ഇത് ആകെ വിരിച്ച് സെറ്റാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ തന്നെ സ്വന്തം പെയിൻറ്റ് അടിച്ച് എല്ലാ പണിയും പൂർത്തീകരിച്ച് ഈ പറഞ്ഞ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് 1,20,000 റുപ്യോളം ആയുള്ളൂ. 1,20,000 രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത്. ആത്മവിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമാകില്ലെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാഴ്ചപ്പാട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ തുറന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സായാഹ്നവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പാരിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 3 പേരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.